അണുകുടുംബമാണ് നമ്മുടെ നാടാകെ ഉള്ളത്. നാം രണ്ട് നമുക്കൊന്ന് എന്ന കുടുംബാസൂത്രണ മന്ത്രത്തിലേക്ക് നമ്മളുടെ ലോകം ചുരുങ്ങിയിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകം ചുരുങ്ങിയിട്ട് കാലം കുറയായി. ഈ പറയുന്ന നാം രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ജോലിക്കാരായിരിക്കും. അവർക്ക് ഉണ്ടാകുന്ന കുട്ടി, അവർക്ക് ജനിക്കുന്ന കുട്ടി പലപ്പോഴും ഡേ കെയറിലാകും വളരുക. അവർക്ക് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ദൂരദേശങ്ങളിലായിരിക്കും. ചിലപ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ തന്നെയും ഡേ കെയറിൽ കുട്ടിയെ കൊണ്ട് ആക്കാറുണ്ട്. ഈ പറയുന്ന ഞാനും എൻ്റെ മകനെ ഡേ കെയറിൽ കുറേ അധികം നാളുകൾ ഡേ കെയറിലാണ് വിട്ടിരുന്നത്. ഇപ്പോഴാണ് അയാൾ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയത്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ നോയിഡയിൽ ഒരു സംഭവം നടന്നു. 1.5 വയസ്സുള്ള പെൺകുട്ടി, അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. കഴിഞ്ഞ മെയ് 21 കുട്ടിയെ ആദ്യമായി ഡേ കെയറിൽ വിട്ടത്. വെറും 2 മണിക്കൂർ നേരത്തേക്ക് കുട്ടിയെ നോക്കുക, ദിവസവും വെറും 2 മണിക്കൂർ നേരം കുട്ടിയെ നോക്കുക. അതായിരുന്നു ഡേ കെയറുമായുള്ള ഈ രക്ഷിതാക്കളുടെ കരാർ. പെൺകുട്ടിയെ കൊണ്ടാക്കുന്നു, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് വിളിക്കുന്നു. ഇതായിരുന്നു സിസ്റ്റം. ഈ 2 മണിക്കൂറിനിടെ ചിലപ്പോൾ കുട്ടി ഉറങ്ങുമായിരിക്കാം, ചിലപ്പോൾ കുട്ടി കരയും, ചിലപ്പോൾ കുട്ടി പാല് കുടിക്കും. അത്രയൊക്കെ ആകത്തുള്ളൂ. 1.5 വയസ്സല്ലേ ഉള്ളൂ പ്രായം. പക്ഷേ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 4 കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടയിൽ രക്ഷിതാവ് അമ്മ കണ്ടു, കുട്ടിയുടെ തുടയിൽ ഒരു അസാധാരണമായ പാട് കണ്ടു. ആ പാട് കണ്ടപ്പോൾ എന്തെങ്കിലും അലർജി ആയിരിക്കാം. സ്വാഭാവികമായും നമ്മൾ രക്ഷിതാക്കൾക്കൊക്കെ തോന്നുന്ന സംശയം തന്നെ, എന്തെങ്കിലും അലർജി ആയിരിക്കുമെന്ന് കണ്ട് നേരെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വളരെ പരിഭ്രാന്തരായാണ് രക്ഷിതാക്കൾ കൊണ്ടുപോവുക. കൊച്ചു കുഞ്ഞല്ലേ, 1.5 വയസ്സല്ലേ ഉള്ളൂ. വളരെ കരുതലോടെ വളർത്തുന്ന രക്ഷിതാക്കളാണ്. ആ തുടയിലെ പാട് ഡോക്ടർ കണ്ടു. ഡോക്ടർ പരിശോധിച്ച ശേഷം, നമുക്കറിയാം സ്കിൻ ഡോക്ടേഴ്സൊക്കെ നോക്കുന്നത്, ടോർച്ചൊക്കെ അടിച്ച് നോക്കിയ ശേഷം പറഞ്ഞു, ഇത് അലർജി ഒന്നുമല്ല, ഇത് ആരോ കടിച്ചതാണ്. ഇവരാകെ ഞെട്ടിപ്പോയി. കുഞ്ഞിനെ ആര് കടിക്കാൻ, അതും തുടയിൽ കടിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. വേദന, ഒരു കുഞ്ഞ് ഉറുമ്പ് നമ്മളെ കടിച്ചാൽ പോലും വേദന. അപ്പോൾ കുഞ്ഞ് എന്തുമാത്രം വേദന കൊണ്ട് പിടഞ്ഞു കാണും. രക്ഷിതാക്കൾ നേരെ ഡേ കെയറിൽ വന്നു. കുട്ടിയുടെ കാലിലെ പാട് അവരപ്പോഴും കാര്യമാക്കി എടുത്തിട്ട് ഈ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴും ആരോ കടിച്ചു എന്ന് പറയുമ്പോഴും ഇവർക്ക് അതിൻ്റെ ഒരു ഭീകരതയൊന്നും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും കടിച്ചതായിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഡേ കെയറിലെ ജീവനക്കാർ, ടീച്ചേഴ്സും ഇത് കണ്ടിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞു, കുട്ടിയുടെ തുടയിൽ എന്തോ ഒരു പാടുണ്ട്, ഒന്ന് നോക്കണം. അങ്ങനെ ഇവർ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറയുന്നത് ആരോ കടിച്ചതാണെന്ന് അറിയുന്നു. നേരെ ഡേ കെയറിൽ വന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ആകെ തകർന്നു പോയി ആ രക്ഷിതാക്കൾ. കുഞ്ഞ് ഒന്ന് ഉറക്കെ കരയുമ്പോൾ കുഞ്ഞിൻ്റെ മുഖം ചുമരിലോട് ചേർത്ത് ഇടിക്കുക, കുഞ്ഞിനെ മനഃപൂർവ്വം തള്ളിയിടുക. നടക്കുമ്പോഴും ഇഴയും, നടക്കാനായിട്ടില്ല, ഇങ്ങനെ ഇഴുമ്പോൾ മനഃപൂർവ്വം നിലത്തേക്ക് തള്ളിയിടുക, ചവിട്ടി ഇടുക. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ തുടയിൽ ആഞ്ഞ് അടിക്കുക, കവിളിൽ അടിക്കുക. ഇതൊക്കെ ഡേ കെയറിൽ നടന്ന സംഭവങ്ങളാണ്. CCTV ദൃശ്യങ്ങളിൽ ഇതെല്ലാം വ്യക്തവുമാണ്. ഈ ഡേ കെയറിലെ ഒരു പൈശാചികയായ അറ്റൻഡറാണ് ഈ കുട്ടിയെ ഇങ്ങനെ കൈകാര്യം ചെയ്തത്. ഈ രക്ഷിതാക്കൾ പറയുന്നുണ്ട്, സന്ദീപ് എന്ന അച്ഛൻ്റെ പേര്, അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകള് സുഖമായിരിക്കുന്നു എന്ന് വിളിച്ചു ചോദിക്കും. 2 മണിക്കൂറിനിടയിൽ ഒരു 4 തവണയെങ്കിലും ഈ രക്ഷിതാക്കൾ ഡേ കെയറിലോട്ട് വിളിക്കും. ഈ കുട്ടി എങ്ങനെയാണ്, അപ്പോൾ സന്തോഷവതിയായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു, കുഞ്ഞ് ഓക്കെ ആണ് എന്ന് ഡേ കെയറിൻ്റെ ഉടമസ്ഥ ഇവരോട് പറയും. പക്ഷേ ഡേ കെയറിൽ നടക്കുന്ന ക്രൂരത ഇതാണ്. അധ്യാപകരല്ല, അറ്റൻഡറാണ് കുട്ടിയെ നോക്കിയിരുന്നത്. അവിടെ ആയമാരുണ്ട്, അതായത് പരിശീലനം സിദ്ധിച്ച ആളുകളുണ്ടാവും. കിൻഡർ ഗാർഡൻ, ഇത് ഡേ കെയറിലൊക്കെ പരിശീലനം സിദ്ധിച്ച ആളുകളാകും മിക്കവാറും ഉണ്ടാവുക. കേരളത്തിൽ തലങ്ങും വിലങ്ങും ഡേ കെയർ ഉണ്ട്. അവിടെയൊക്കെ പരിശീലനം സിദ്ധിച്ച ടീച്ചേഴ്സുണ്ട്, അതുപോലെ തന്നെ ആയമാരുമൊക്കെ ഉണ്ട്. അവരാണ് കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലിലെ ഈ പാട് കണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ കടിച്ചതാണെന്ന് അറിയുന്നു. CCTV ദൃശ്യം പരിശോധിക്കുമ്പോൾ അറ്റൻഡർ കുഞ്ഞിൻ്റെ തുടയിൽ കടിക്കുകയാണ്. ഉറങ്ങുന്നില്ലേ എന്ന് ചോദിച്ച്, ഉറങ്ങിയില്ലെങ്കിൽ അടിക്കുകയാണ്, തട്ടി ചുമരിനോട് ചേർത്ത് എറിയുകയാണ്. ഇത് പൈശാചികതയാണ്. അവരുടനെ തന്നെ ഒട്ടും അമാന്തിച്ചില്ല, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. ഇത് നടന്നത് രാജ്യതലസ്ഥാനത്തിന് തൊട്ടടുത്താണ്, നോയിഡയിലാണ്. നോയിഡ 137-ാം സെക്ടറിലാണ് ഈ ഒരു സംഭവം, പൈശാചികമായ സംഭവം അരങ്ങേറിയത്. പോലീസുകാർ പരാതി സ്വീകരിച്ചു, നേരെ അറ്റൻഡറെ അറസ്റ്റ് ചെയ്തു, ഉടമസ്ഥയെ കസ്റ്റഡിയിലെടുത്തു. വീണ്ടും അന്വേഷണം ഊർജിതമാക്കും, കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഡേ കെയർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന രണ്ടാമത്തെ ഒരു വീടാണ്. അപ്പോൾ അവിടെ കുട്ടികൾ തീരെ ചെറിയ കുട്ടികളാണ്. അവർ ഉറങ്ങിയില്ല, അല്ലെങ്കിൽ അവർ പാല് കുടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൈശാചികമായ രീതിയിൽ കുട്ടികളോട് പെരുമാറിയാൽ അത് എന്തൊരു ക്രൂരതയാണ് നടക്കുന്നത്. ഇവരെയൊക്കെ കയ്യാമം വച്ച് ജയിലിൽ അടച്ചാൽ ഒരിക്കലും തുറന്നു വിടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.